ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ഷോർട്സൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരുന്നത്. ഇപ്പോൾ എന്താണ് കുറേ നാൾ വരാണ്ട് ഇപ്പോൾ എന്താ വരണേ എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റീഡിങ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ തുടർച്ചയായിട്ട് തോൽവികൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു ശൈലി പോകുന്നത് ഏത് രീതിക്കാണ്? അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്, തോൽവിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഏത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പ്രെഡ് വരുന്നതെന്ന് അറിയില്ല, അതിനനുസരിച്ചിട്ട് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ട് സ്പ്രെഡ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ അത് നോക്കാം. Universe angels, what you need to hear right now. ഞാനൊക്കെ എടുത്ത് വയ്ക്കാം ഫസ്റ്റ്, അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് കാർഡ് സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് ദിസ് കാർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡാണ്. നമുക്ക് വന്നിട്ടുള്ള ടോപ്പിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സ്പ്രെഡും എല്ലാം വളരെ അന്വർത്ഥമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് വരുന്നത്. ജീവിതത്തിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളെയാണ് എനിക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ കണ്ടിന്യൂസ് ആയിട്ട്
വേദനകൾ മാത്രം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എങ്ങനെയൊക്കെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കിയാലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരു തിരിച്ചടി എപ്പോഴും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഒരു തോൽവി നിങ്ങളുടെ ലൈഫിനെ കാർന്ന് തിന്നുന്ന ഒരു വീണ് കിടന്നിടത്ത് നിന്ന് എണീറ്റ് ഓടിയാൽ പോലും ഒരു തോൽവി സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. എത്ര എണീറ്റ് ഓടാൻ ശ്രമിച്ചിട്ട് കൂടിയും നിങ്ങൾ വീണ്ടും തോറ്റു പോകുന്ന ഒരവസ്ഥ. തോൽവി അങ്ങോട്ട് കാർന്ന് തിന്നുകയാണ് നിങ്ങളെ. എങ്ങനെയാണ് തോൽക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിൽ കൂടെയാണ് തോൽക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ രീതിയിലാണ് നിങ്ങൾ തോൽവികൾ അനുഭവിച്ചു പോകുന്നത്. ഒരുപാട് വിഷമങ്ങളുണ്ട്, ഡബ്ലിങ് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡബ്ലിങ് ആയിട്ട് കാണുന്നു. ഞാനൊരു സ്റ്റോറി പോലെയാണ് പറയുന്നത്. ഏതൊരു ടാരറ്റ് കാർഡ് റീഡറിനെയും പോലെ ടാരറ്റ് സ്പ്രെഡ് വെച്ച് അതുമായി റിലേറ്റ് ചെയ്തിട്ട് അതും ഞാൻ സംസാരിക്കും. അതിലുപരിയായിട്ട് ഞാൻ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത് എങ്ങനെയാണ് ആ രീതിക്കായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആകുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. മനസ്സിലായി? അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ടാരറ്റ് റീഡിങ് പറഞ്ഞ് എണീറ്റ് പോടി എന്നുള്ള ഡയലോഗുകൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം. ആരും ഒന്നും പറയൊന്നുമില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയില്ല, ഞാനത് മൈൻഡ് വയ്ക്കാനും പോകുന്നില്ല. അപ്പം നിങ്ങളോട് ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന മിക്കവരും ഓൾമോസ്റ്റ് ആളുകളും വേദനകൾ കടിച്ചമർത്തി അല്ലെങ്കിൽ വിഷമങ്ങൾ കടിച്ചമർത്തി നിൽക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളോട് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയാൻ ശ്രമിക്കണം. നമുക്ക് ഓരോ വേദനകൾ വരുമ്പോഴും നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു വ്യക്തി നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്ത് പോയി, നിങ്ങൾക്കതിൽ നിന്നും റിക്കവർ ചെയ്യാൻ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് കാണും. എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനോട് പറയേണ്ട ഒരേ ഒരു കാര്യം, ഈ ഒരു റീഡിങ് കാണുന്നവർക്ക് ഇത് പക്കയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പ്രെഡിനെ പറ്റി ഡീറ്റെയിൽ പറയാതെ ഈ ഒരു സ്റ്റോറി പോലെ ഇത് പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വേദന, ഒരു വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് ഒരു അഡ്വാൻറ്റേജ് കൂടി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഇപ്പം നിങ്ങളൊരു തോൽവി അനുഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേദന കടിച്ചമർത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് തത്തുല്യമായ ഒരു നേട്ടം, ഒരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയണം. ഏഞ്ചൽസ് എനിക്ക് തരുന്ന ഒരു മെയിൻ മെസ്സേജാണ് ഈ ഒരു സ്പ്രെഡ് എടുത്തപ്പം. നിങ്ങളുടെ മനസ്സിനെ പല കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കാൻ, അത് സംഭവിച്ചു പോയി, അതിപ്പോൾ പാസ്റ്റാണ്, ഇപ്പം നമ്മൾ പ്രസൻറ്റ് ഫ്യൂച്ചറാണ് ഇനി നോക്കേണ്ടത്, അത് സംഭവിച്ചു കഴിഞ്ഞു, അതിൽ നിന്നും റിക്കവറായി പോവാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു മെസ്സേജായിട്ട് ഇത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും, ഓരോ വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും നമ്മൾ പറയണം, ഇതിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ട് ഒരു നേട്ടം എൻ്റെ ലൈഫിൽ സംഭവിക്കും. ആ ഒരു നേട്ടം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്തായിരിക്കും ആ നേട്ടം നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്നു ചേരുക. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഒറ്റ തീരുമാനം നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ആ കാര്യം നിങ്ങളുടെ കൈകളിലേക്ക്
വരുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്ത്, അത് ഈ കാർഡ്സിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ കാര്യങ്ങൾ അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ കാര്യങ്ങൾ അങ്ങോട്ട് എന്താ പറയുക, അത് സംഭവിച്ചു, അത് ആക്സെപ്റ്റ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു വിഷമത്തിൽ നിങ്ങളിരിക്കുന്ന ഫീൽ എനിക്കുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഇരിക്കാതിരിക്കുക കേട്ടോ. നിങ്ങളങ്ങനെ ഒരിക്കലും ഇരിക്കരുത്. എനിക്ക് ഭയങ്കര വിഷമമാവും നിങ്ങളുടെ ആ സിറ്റുവേഷൻസ് ആലോചിക്കുമ്പം. നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ തോൽവി സംഭവിച്ച ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ തോറ്റുപോയി എന്ന് തോന്നുന്ന ആ സിറ്റുവേഷൻ, നിങ്ങൾക്കിനി ഇല്ല, എനിക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു പോകുന്ന ആ സിറ്റുവേഷൻ, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു ഉയർച്ച അല്ലെ ഒരു താഴ്ച ഉണ്ടെങ്കിൽ അതിനൊത്ത ഒരു ഉയർച്ച, ഒരു അഡ്വാൻറ്റേജ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഉടനീളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരാജയങ്ങളായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള തോൽവികളായിരിക്കും. എങ്കിലും നിങ്ങൾ വിഷമിക്കരുത്, ഒരിക്കലും വിഷമിക്കരുത്. കാരണം നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ശരിക്കുള്ള സക്സസിൻ്റെ ആ ഒരു വേൽ തന്നെ, ആ ട്രാക്കിലാണ് നിങ്ങൾ ട്രാക്ക് മാറിപ്പോയിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഓ ദൈവമേ, ഞാൻ എവിടെയെങ്കിലും ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടോ, ട്രാക്ക് മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോ വേ ഗൈസ്, നിങ്ങൾ ഓൺ ട്രാക്കിലാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ടാരറ്റ് സ്പ്രെഡൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് സ്റ്റോറീസ് പറയും. അതായത് ഈ ടാരറ്റ് കാർഡ്സിൽ നിന്ന് നമുക്കൊരു സ്റ്റോറി ടെൽ ചെയ്യാനൊക്കെ പറ്റും. ടാരറ്റ് കാർഡ്സ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റോറി പറയാനൊക്കെ പറ്റും. അത് വളരെ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ അത്രയും എക്സ്പേർട്ടൊന്നുമല്ല. എങ്കിലും ഈ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടും ഈ ഒരു കാർഡ്സ് എന്നോട് പറയുന്ന ഒരു സ്റ്റോറി ഞാനത് നിങ്ങളോടിപ്പോൾ പറയാം. ഒരു രസകരമായിട്ടുള്ളൊരു കഥയാണ്. ബോറടിക്കുന്നവർ അടിച്ച് വിട്ടു പോവുക. ഇതൊരു സ്റ്റോറി ആയിട്ട് ഒരിക്കലും കാണരുത്. ഈ കാർഡ്സ് യൂണിവേഴ്സ് നിങ്ങളൊക്കെ തരുന്ന മെസ്സേജസ് ആണത്. സ്റ്റോറി ആയിട്ട് മെസ്സേജസ് വരും. സാധാരണ നോർമൽ ടാരറ്റ് കാർഡ് റീഡേഴ്സ് പറയുന്ന പോലെ ഇതെടുത്ത് അങ്ങോട്ട് വെച്ചു, അതെടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇതങ്ങനെയാണ്, അതിൽ ബുധൻ ശുക്രൻ്റെ ഉള്ളിൽ കയറി, ശുക്രൻ ബുധൻ്റെ ഉള്ളിൽ കയറി എന്നൊക്കെ പറയുന്ന പോലെ ടാരറ്റ് കാർഡ് ഇത് 3 ഓഫ് കപ്സ് ഇതിൽ അങ്ങനെ വന്നു, നിനക്ക് ഇത് വന്നു, അവിടെ കോംപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ പറയാൻ ആർക്കും അറിയൂടോ. അതല്ല ടാരറ്റ് റീഡിങ്. നിങ്ങൾക്കത് ഏത് രീതിയിൽ കൺവേ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏത് രീതിയിൽ കൺവേ ആവുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അല്ലാതെ ഏതെങ്കിലും പറഞ്ഞു പോകാൻ ആർക്കും പറ്റും. എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരു സ്റ്റോറി, കൈൻഡ് ഓഫ് എ സ്റ്റോറി, വളരെ രസകരമായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ 2 കല്ലുകൾ ഒരു മലയുടെ മുകളിൽ വെറുതെ കിടക്കുക. 2 കല്ലുകൾ ഒരു മലയുടെ മുകളിൽ വെറുതെ കിടക്കുക. ഇതിനിടയിൽ ഒരു കല്ല് മറ്റൊരു കല്ലിനോട് പറയാണ്, നമുക്ക് കുറേ നാളായാലും ഇങ്ങനെ കിടക്കുന്നു, കുറച്ച് ഭംഗിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്നാൽ കുറേ ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ, നമുക്ക് അങ്ങനെ പോയിക്കൂടെ എന്ന് ഒരു കല്ല് ചോദിക്കുകയാണ്. നമ്മളിങ്ങനെ വെറുതെ കിടക്കേണ്ടവരാണോ എന്നൊക്കെ ആ ഒന്നാമത്തെ കല്ലിങ്ങനെ പറയാണ്. അപ്പോൾ രണ്ടാമത്തെ കല്ലും ചിന്തിച്ചു, ശരിയാണല്ലോ, ഒന്നാമത്തെ കല്ല് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് രണ്ടാമത്തെ കല്ലും സമ്മതിച്ചു. ഇവർ ഈ സംസാരിക്കുന്നത് അതുവഴി വന്ന ഒരു ശില്പി കേട്ടു. ശില്പി മീൻസ് ശില്പങ്ങളൊക്കെ കൊത്തുന്ന കല്ലുകൾ, നല്ല നല്ല കല്ലുകൾ കാണുമ്പോൾ ശില്പങ്ങളൊക്കെ കൊത്തി തീർക്കുന്ന ആ ഒരു ശില്പി വന്നു. അപ്പം ആ ശില്പി കേട്ടു ഇവരുടെ ഈ സംസാരം. അപ്പം ശില്പി പറയാ, നിങ്ങളെ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ, വിഗ്രഹങ്ങൾ ആക്കി മാറ്റാം. എല്ലാവരും കാണുന്ന പോലെ, എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇത് കേട്ട ഒന്നാമത്തെ കല്ല് പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഉള്ളിയും ചുറ്റികയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള വേദന ഒന്നും എനിക്ക് സഹിക്കാനുള്ള ശേഷിയില്ല കേട്ടോ. നിങ്ങൾ ഉള്ളിയും ചുറ്റികയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന എടുക്കും. എന്നാൽ ആ വേദനയ്ക്ക് ഞാൻ സഹിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? മനോഹരമായിട്ടുള്ളൊരു ശില്പമാവാൻ വേണ്ടിയിട്ടല്ലേ, എല്ലാവരും കാണുന്നൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നാലും വേണ്ടില്ല, ഞാൻ ചെയ്യാമെന്ന് രണ്ടാമത്തെ കല്ല് പറഞ്ഞു. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? അതാണ് ഓരോരുത്തർ തമ്മിലുള്ള വ്യത്യാസം. നീ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അപ്പുറത്തെ ആളെ ചിന്തിക്കുക. അങ്ങനെ ശില്പി രണ്ടാമത്തെ കല്ല് സമ്മതിച്ചുല്ലോ. രണ്ടാമത്തെ കല്ല് സമ്മതിച്ചു. എന്ത്? ഓക്കെ, എന്നെ എന്ത് വേണേ ചെയ്തോളൂ, എനിക്ക് നല്ലൊരു വിഗ്രഹമായി തീർന്നാൽ മതി, നല്ലൊരു ശില്പമായിട്ട് മാറിയാൽ മതി എന്ന് ഒന്നാമത്തെ കല്ല് പറഞ്ഞുല്ലോ. അപ്പം ശില്പി എന്ത് വിചാരിച്ചു? അങ്ങനെ രണ്ടാമത്തെ കല്ലിൽ ശില്പി പണി തുടങ്ങി. ഒന്നാമത്തെ കല്ല് സമ്മതിക്കാത്തതുകൊണ്ട് ഒന്നാമത്തെ കല്ലിനെ വിട്ടു. ശില്പിയുടെ ഉള്ളിയും ചുറ്റികയും കല്ലിൽ പതിച്ച് കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ കല്ല്. എങ്കിലും ആ കല്ല് അത് സഹിച്ചു. സഹിച്ച് ഒടുവിൽ ആ രണ്ടാമത്തെ കല്ല് നല്ലൊരു പ്രതിമയായി മാറി, നല്ലൊരു ശില്പമായി മാറി. 100 കണക്കിന് ആളുകൾ മലയുടെ മുകളിലെത്തി. വിഗ്രഹത്തിന് ചുറ്റും അമ്പലമുയർന്നു. ഭക്തർ പ്രാർത്ഥനയോടെ വണങ്ങി നിന്നു. തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ ഭക്തർ കണ്ടെത്തിയത് വെറുതെ കിടന്നിട്ടുള്ള ആ രണ്ടാമത്തെ കല്ലിനായിരുന്നു. മനസ്സിലായോ? തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒന്നാമത്തെ കല്ല്, അതായത് വെറുതെ ഇരുന്ന ഒന്നാമത്തെ കല്ലിന്. വേദന സഹിക്കാൻ തയ്യാറാകാതിരുന്ന ആദ്യത്തെ കല്ലിന് പിന്നീടുള്ള കാലം മുഴുവൻ കഠിനമായ വേദന. എന്താ? അമ്പലം ഇറന്നു കഴിഞ്ഞാൽ വരണവര് മുഴുവൻ പൊട്ടിക്കുന്നത് ഒന്നാമത്തെ കല്ലുമല. എന്ത്? തേങ്ങ. അപ്പം ഒരിറ്റു വേദന, കുറച്ച് സമയത്ത് വേദന സഹിക്കാൻ പറ്റാത്ത ആ കല്ല് ജീവിതകാലം മുഴുവൻ വേദന തിന്ന് അവിടെ നിൽക്കേണ്ടി വന്നു. എന്താ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായേ? ഈ ഒരു സ്പ്രെഡിൽ നിന്നും ഞാൻ പറഞ്ഞു തരുന്ന ഒരു കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത്. ഈ കഥയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. മനസ്സിലായ ഒരു സ്പോട്ടിൽ കമൻറ്റ് ചെയ്യുക. ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്പോട്ടിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കട്ടെ, ഏറ്റവും നല്ല കമൻറ്റിന് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സ്പോട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. ഒരു ഇംഗ്ലീഷ് കോട്ടായിട്ട് ഞാൻ പറയാം. ഇഫ് ദർ ഈസ് എ പെയിൻ, ദർ ഈസ് എ ഗെയിൻ. എവിടെ ഒരു വേദനയുണ്ടോ അവിടെ ഒരു നേട്ടവുമുണ്ട്. മനസ്സിലായോ? എവിടെയാണ് ഒരു വേദനയുള്ളത് അവിടെ ഒരു നേട്ടവും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് സങ്കടങ്ങളും വേദനകളും, ഇപ്പോൾ ഈ ഒരു കാർഡ് സ്പ്രെഡ് നോക്കുമ്പം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സങ്കടങ്ങളും വേദനകളും വരുന്നതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഹാപ്പി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾ അങ്ങനെയാണ്, ഈ കാർഡ് കാണുന്നവരെല്ലാവരും അങ്ങനെയാണ്. ഒരു ഹാപ്പി, ഒരു സന്തോഷം ഒന്ന് ചിരിച്ച് നിങ്ങളുടെ മുഖം ഒന്ന് വിടർന്ന് വരുമ്പോഴേക്കും അതിലും വലിയൊരു പാറക്കല്ല് നിങ്ങളുടെ തലയിൽ ഒരു ഇടുത്തി പോലെ വന്ന് വീഴുകയാണ്. നിങ്ങൾക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ് നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ മോനെ നിങ്ങൾ ഉറപ്പിച്ചോ, എന്ത്? നിങ്ങൾ ശരിയായ വഴിയിലാണ്. നിങ്ങൾ ശരിയായ വഴിയിലാണ്. ഈ ഒരു വീഴ്ചകളുടെ കൂമ്പാരം കഴിഞ്ഞ് ഒരു ഇറക്കമുണ്ട്. അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കല്ലിൻ്റെ പോലെ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആളുകൾ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ആ വിഗ്രഹത്തിന് എങ്ങനെയാണ് ആളുകൾ ബഹുമാനിക്കുന്നു, ആളുകൾ അംഗീകരിക്കുന്നു, ആളുകൾ വണങ്ങുന്നു? എന്താണ്? കുറച്ച് ആ രണ്ടാമത്തെ കല്ല് കുറച്ച് വേദന സഹിച്ചു. ഉളിയും ചിറ്റികയും വന്ന് ശില്പപ്പണിക്കാരൻ്റെ ഉളിയും ചിറ്റികയും വന്ന് വീണപ്പം കുറച്ച് വേദന സഹിച്ചു. എന്നാലും ആ കഠിനമായ വേദന, ഉളിയും ചിറ്റികയും വീഴുമ്പോൾ ചില്ലറ വേദനയാണോ? ആ കഠിനമായ വേദന സഹിച്ച ആ കല്ല് മിണ്ടാതിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സഹിച്ചു പിടിച്ച് മുന്നോട്ട് നീങ്ങി. സഹിച്ചു പിടിച്ച് ആ കല്ല് മുന്നോട്ട് നീങ്ങി. എന്തിനാ?
നല്ലൊരു ശില്പമായിട്ട് മാറണം. എനിക്ക് നല്ലൊരു ആളുകൾ കാണുന്നൊരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഇരിക്കണം, നല്ലൊരു ശില്പമായി മാറണം എന്നാണ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കല്ലിൻ്റെ ആഗ്രഹം. ആ നേരത്തെ ഒന്നാമത്തെ കല്ല് എന്ന് പറയും, എനിക്കൊന്നും മനസ്സഹിക്കാൻ വയ്യ, എനിക്കൊന്നും ഇത് അരിയത്തൊക്കെ പോകാൻ പറ്റില്ലേ, എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ എന്താ അവസ്ഥ? ജീവിതകാലം മുഴുവൻ ഈ കല്ലിനെ കാണാൻ വന്ന, ഈ കല്ലിനെ ബഹുമാനിക്കാൻ വന്ന, അല്ലെങ്കിൽ ഈ കല്ലിനെ ആരാധിക്കാൻ വന്ന ആളുകളെല്ലാവരും എറിഞ്ഞൊട്ടയ്ക്കുന്നത് എവിടെയാ? ഈ ഫസ്റ്റ് കല്ലുമല്ല. ഫസ്റ്റ് കല്ല് തൊട്ടടുത്തല്ലേ കിടക്കണം. അപ്പം ഈ വിഗ്രഹത്തുമ്മയ്ക്ക് നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത് മുഴുവൻ ഈ കല്ലുമല്ല. അപ്പം കൂടുതൽ റെസ്പെക്റ്റും ബഹുമാനവും കിട്ടുന്നു എന്നതിൻ്റെ അർത്ഥം, ഈ കഥയിലെ അർത്ഥം, ഈ ഡയറക്റ്റ് കണക്ട് ചെയ്ത് പറയുമ്പം കൂടുതൽ റെസ്പെക്റ്റും ബഹുമാനവും ഈ കഥയിൽ രണ്ടാമത്തെ കല്ലിന് കിട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ശരിയാണ്, നിങ്ങളുടെ പാത ശരിയാണ്. ആളുകൾ നാലാൾ അംഗീകരിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്ത് വരികയാണ്. തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ, തോൽവികൾ സംഭവിച്ച നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്ത് കാണുന്നുണ്ട്. നിങ്ങളെ ബ്രേക്കപ്പ് ആക്കി പോയ ആളിനേലും ബെറ്റർ ആയിട്ടൊരാൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ, വളരെ സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ ആ വ്യക്തി തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, ജോലിയിലായിരിക്കാം, ആളുകൾ ഇപ്പോൾ തള്ളിക്കളഞ്ഞു പോയവരെ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം എന്നാണ് ഇവിടെ. കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടായിരിക്കാം, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. പക്ഷെ ഇതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കണം. കാരണം എന്താ? നിങ്ങളുടെ ജീവിതത്തെ ഇതുപോലൊരു വിഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല കൊത്തുപണികൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ തോൽവികൾ, ഓരോ വേദനകൾ, ഓരോ സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ശില്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കൊത്തുപണികളാണ് ഈ വേദനകളെന്ന് പറയുന്നത്. ആ വേദനകളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, തോൽവികളെ സ്വീകരിക്കാൻ പഠിക്കുക, സന്തോഷത്തോടെ സ്വീകരിച്ച് എണീറ്റോടുക. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ മനോഹരമായിട്ടുള്ളൊരു ശില്പമാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തെ മനോഹരമായിട്ടുള്ളൊരു ശില്പമാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള ടാരറ്റ് റീഡിങ് ഇഷ്ടപ്പെടുന്നവർ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം, അതിനുള്ള മെസ്സേജും. അപ്പോൾ അടുത്തൊരു കിട്ടിയില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു പറയുക. അടുത്ത കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ. ഒരു ലൈക്ക് തരണേ, ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യും, സബ് ചെയ്യൊക്കെ വേണം. നമുക്ക് 3 ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 3 ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ.